വയനാട് ജില്ലാ പഞ്ചായത്ത് തോമാട്ടുചാൽ ഡിവിഷനിലേക്ക് പത്രിക നൽകിയ ജഷീർ പള്ളിവയൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നമ്മോടൊപ്പം ചേരുകയാണ്. ഇങ്ങനൊരു മത്സരരംഗത്തേക്ക് വരുന്നൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. അത് ഇന്ന് അവസാന ദിവസമാണ്. എന്താണ് നിങ്ങളുടെ ഒരു നിലപാട് ഇതിനകത്ത്? നമുക്ക് മത്സരരംഗത്തേക്ക് പോകാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ മനസ്സിനകത്ത് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ചതും. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്വീകാര്യമായിട്ടുള്ള തിരുത്തലുകൾ ബന്ധപ്പെട്ട ചില ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഈ സമയം വരെ. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു വലിയൊരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് നീങ്ങേണ്ടി വരും എന്നതാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്. പാർട്ടി മീനങ്ങാടി സീറ്റാണ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചത്. അവസാന ഘട്ടത്തിൽ നിങ്ങൾ തോമാട്ടുചാൽ ആവശ്യപ്പെട്ടു. അവസാന ഘട്ടത്തിൽ മീനങ്ങാടി സീറ്റിൽ മത്സരിക്കാൻ പാർട്ടി അത്തരത്തിൽ നിർദ്ദേശം നൽകി. അത് അവഗണിച്ചു എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. നമുക്കിപ്പോൾ മത്സരരംഗത്തുള്ളത് KSU ജില്ലാ പ്രസിഡന്റാണ്. KSU ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ട സീറ്റ് മീനങ്ങാടി. യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത് കേണിച്ചിറ. അവരെ പരിഗണിച്ചത് ചീരാലായിരുന്നു. അതായത് പ്രഖ്യാപിക്കുന്ന ഒരു മിനിറ്റ് വരെ നമ്മളെ KSU ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കപ്പെട്ടത് ഈ പറയപ്പെടുന്ന വൈത്തിരിയാണ്. ഇത് മാറി മറിഞ്ഞ് അവരാവശ്യപ്പെടുന്ന സീറ്റിലേക്ക് എത്തുന്നത് അവസാന സമയമാണ്. അപ്പോൾ സ്വാഭാവികം നമ്മൾ ആവശ്യപ്പെട്ടത് തോമാട്ടുചാലാണ്. നമ്മുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ആശയവും അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഉയർത്തിപ്പിടിച്ചതും പറയപ്പെട്ടതും ആദ്യം ചൂരൽമലയായിരുന്നു. ചൂരൽമല നമ്മൾ പരിഗണിച്ചില്ല. ആ സീറ്റ് ഘടകകക്ഷിക്ക് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് സ്വാഭാവികം തോമാട്ടുചാൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. മീനങ്ങാടിയിലേക്ക് പരിഗണിക്കും എന്നൊരു വാർത്ത നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പ്രിയപ്പെട്ട നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ സംസ്ഥാന നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നോ, സംസാരിച്ചിരുന്നോ? എന്തൊക്കെയാണ് അവരുടെ ഒരു നിലപാട് പങ്കുവെച്ചത്? എന്തൊക്കെയാണ്? പ്രിയപ്പെട്ട സുധാകരേട്ടൻ മാറി മാറി ബന്ധപ്പെടുന്നുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഒരു 20 മിനിറ്റോളം നമ്മളുമായി സംസാരിച്ചിരുന്നു. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ KSUവിൻ്റെ മുൻ പ്രസിഡന്റ്, എൻ്റെ സഹപ്രവർത്തകൻ അഭിജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, നൗഷാദ് അലിയെ പോലെയുള്ള നമ്മുടെ KPCCയുടെ ഭാരവാഹികളൊക്കെ സംസാരിച്ചിരുന്നു. അവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഉയർത്തിപ്പിടിച്ച നമുക്ക് ഏറ്റ ഒരു മുറിവ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ക്രോഡീകരണം നമുക്ക് എത്തേണ്ടത്, എന്താ പറയുക, ഇവിടെ ചില നേതാക്കന്മാർ നമ്മളോട് കാട്ടിയൊരു അനീതിയുണ്ട്, അതിൻ്റെ ഒരു സ്വരമുണ്ട്. അതിലെ ഒരു തിരുത്തലുകളാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ തിരുത്തലുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു തിരുത്തലുണ്ടായാൽ പത്രിക പിൻവലിക്കാൻ തയ്യാറാകുന്നുള്ളതാണ്. ആ തിരുത്തലുകൾ തീർച്ചയായും ഞാൻ പറഞ്ഞത് തിരുത്തലുകളാണല്ലോ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയൊരു വിപ്ലവം. അപ്പോൾ സ്വാഭാവികമായും ആ തിരുത്തലുകൾ ഉണ്ടായാൽ നമ്മൾ സ്വാഭാവികമായും മനസ്സിനെ നമ്മൾ അതിലേക്ക് അടുപ്പിക്കും, എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തും. മറ്റൊരു വിമർശനം, താങ്കൾക്ക് നേരെ പറയുന്ന 2 ടേം മത്സരിച്ചതാണ് എന്നുള്ളൊരു വാദമാണ് ഒരു വിഭാഗം നേതൃത്വം ഉന്നയിക്കുന്നത്. അതിനെന്താ മറുപടി? എൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിനകത്ത് ഞാൻ ഇന്നലകളിൽ സൂചിപ്പിച്ചതാണ് 19 വർഷമാണ്. ആ 19 വർഷത്തിനിടയിൽ സംഘടനാ ജീവിതമാണ് എൻ്റെ ഒരു യാത്ര. ആ സംഘടനാ ജീവിതത്തിൽ 4 തവണയായി മത്സരിച്ചു. 4 തവണയും രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്ത ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ഈ പറയുന്ന പദവികളിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ സ്വാഭാവികമായും 2 തവണ മത്സരിക്കുന്ന സമയമുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ പാർട്ടി തന്നതാണ്. പക്ഷേ നിങ്ങളൊരു മനസ്സിലാക്കേണ്ടത്, ഈ സമയം വരെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയുടെ യോഗ്യതയോ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി എൻ്റെ നാട്ടുകാരനാണ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ്, നമ്മളറിയുന്ന ആളാണ്. അദ്ദേഹം 5 തവണയാണ് മത്സരിച്ചത്. ഇനി 6ാം തവണ മത്സരിക്കാൻ പോവുകയാണ്. അത് പൊതുസമൂഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ എന്താ പറയുക, ഇതിൽ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യമുണ്ടായാൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ നമുക്ക് പാർട്ടിക്കൊരു മുറിവ് ഏൽക്കരുത് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതാണ് പറയാതിരുന്നത്. പക്ഷേ നമ്മുടെ സമൂഹം, എന്നെ സ്നേഹിക്കുന്ന, പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യം ഇതിനകത്തുണ്ട്. എനിക്ക് മുറിവേറ്റിട്ടുണ്ട് ഇപ്പോൾ ഈ സമയം വരെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പാർട്ടിക്ക് മുറിവേൽക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഇന്ന് 4 മണി കഴിഞ്ഞാലാണ് എൻ്റെ പാർട്ടിക്ക് മുറിവേൽക്കുകയുള്ളൂ. ആ മുറിവുകൾ ഏൽക്കാതിരിക്കാൻ ഈ പറയപ്പെടുന്ന 1-2 നേതാക്കന്മാർ മാത്രം മനസ്സിൽ അവർ വിചാരിച്ചാൽ ആ മുറിവുണ്ടാവുകയില്ല. ഈ മുസ്ലിം വിഭാഗങ്ങളെ പൂർണ്ണമായും ജില്ലാ പഞ്ചായത്തിൽ അവഗണിച്ചു എന്ന് പറഞ്ഞിട്ട് സമസ്ത വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അവർ പറയുന്നുണ്ട്. ഇന്നലെ ഒരു ചർച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടി സിദ്ദീഖ് MLA, PP ആലി, DC പ്രസിഡന്റ് ഐസക് അടക്കമുള്ളവരവിടെ പോയി സമസ്ത കാര്യത്തിൽ പോയി ചർച്ച നടത്തിയിരുന്നു. ഇതൊക്കെ നിങ്ങളെ കൂടി പരിഗണിക്കുന്ന രീതിയിൽ വേണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചെന്ന് അറിയുന്നത്.
സമസ്ത ഉൾപ്പെടെയുള്ള നമ്മുടെ സാമുദായിക സംഘടനകളൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ഒരു വലിയൊരു കാലഘട്ടമാണ്. നമ്മൾ ആ ലേബലിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളല്ല. സംഘടനാ തലത്തിലൂടെ യാത്ര ചെയ്തതുകൊണ്ട് തന്നെ KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി വയനാട് ജില്ലയിൽ മൃഗീയമായി ക്യാമ്പസിൽ KSUവിന് തിരിച്ചുവരവുണ്ടാക്കി. ആദ്യമായി കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് വയനാട് ജില്ലാ റെപ്പിനെ സമ്മാനിച്ച്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വയനാട് ജില്ലാ റെപ്പിനെ സമ്മാനിച്ച്, ആ സാഹചര്യത്തിലാണ് നമുക്ക് പാർട്ടി ആദ്യമായി ഒരു സീറ്റ് തരുന്നത്. രണ്ടാമത് സംസ്ഥാന തലത്തിൽ KSUവിൻ്റെ വൈസ് പ്രസിഡൻ്റായി ഈ കണ്ണൂർ ഉൾപ്പെടെ എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലയിലെ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള ജയിൽവാസം അനുഭവിച്ച് വിവിധ രാഷ്ട്രീയ കേസുകൾക്ക് നേതൃത്വം കൊടുത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ സംബന്ധമായ പോരാട്ടങ്ങൾ നടത്തിയതിൻ്റെ പേരിലാണ് രണ്ടാം തവണ നമ്മളെ പാർട്ടി നമുക്ക് അവസരം തരുന്നത്. തീർച്ചയായും അത്തരത്തിൽ ആ ഒരു പോരാട്ടമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റുള്ള ചർച്ചകളിലേക്ക് പോകാൻ പാടില്ല. പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടാൻ എല്ലാ സമുദായത്തിനും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്ക് അവകാശമുണ്ട്. അവരുടെ അവകാശങ്ങളെ ഈ പറയപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തെ അവരെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള മൂല്യങ്ങൾ ഈ സമുദായ സംഘടനകൾക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തിരുത്തലുകളും അതിൻ്റെ ചർച്ചകളൊക്കെ ബന്ധപ്പെട്ടവരാണ് അഭിപ്രായങ്ങൾ പറയേണ്ടത്. ഈ നേതാക്കൾ, അതായത് പറയുന്ന നേതാക്കൾ ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളത് താങ്കൾ പറഞ്ഞു. അങ്ങനെ ഒരു സംസാരത്തിന് മുതിർന്നാൽ തന്നെ സ്വാഭാവികമായിട്ട് പാർട്ടിക്ക് മുറിവുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ്, മുറിവുണ്ടാകില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രഖ്യാപിക്കപ്പെടുന്ന സമയം വരെ എന്നെ മാറ്റി നിർത്തപ്പെട്ട, എൻ്റെ അയോഗ്യതയെക്കുറിച്ച് പറഞ്ഞില്ല എന്നതാണ് എൻ്റെ ഒരു പ്രയാസം. ഞാൻ സംഘടനാ തലത്തിൽ, ഉയർന്ന തലത്തിലും കീഴ്ഘടകത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ നാട്ടിനകത്ത് മണ്ഡലം പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ആളാണ്. സ്വാഭാവികമായും ഞാൻ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും എന്നെ മാറ്റി നിർത്തപ്പെടുമ്പോൾ അവിടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയുടെ യോഗ്യതയും എൻ്റെ അയോഗ്യതയും കുറിച്ച് എന്നോട് ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ കുറഞ്ഞൊരു സമയത്തിൽ ഒരു ഫോൺ കോളിൽ പോലും എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ പോവില്ല. അപ്പം ഒരു റിബൽ എന്ന് പറയുന്ന രീതിയിലേക്ക് ആളുകൾ, വിമതൻ എന്ന് പറയുന്ന രീതിയിലേക്ക് എന്നെ മുദ്ര കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. സ്വതന്ത്രൻ എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് നോമിനേഷൻ പത്രികയിൽ പേര് ചാർത്തേണ്ട ഒരു സാഹചര്യം വരില്ല. എൻ്റെ ചിഹ്നം നമ്മുടെ ചിഹ്നം എന്ന് പറയുന്ന എൻ്റെ പാർട്ടി തന്ന കൈപ്പത്തി ചിഹ്നം എന്നതിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായും സ്വതന്ത്ര ചിഹ്നത്തിലേക്ക് പേരെഴുതി കൊടുക്കേണ്ട ഒരു സാഹചര്യം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എനിക്ക് വേദനിക്കുന്നത് എൻ്റെ പാർട്ടിക്ക് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോഴും ഞാൻ നടത്തി വരുന്നത്. നേതാക്കളും ഫേസ്ബുക്ക് ഷൗക്കത്തിലടക്കമുള്ള നേതാക്കൾ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. താങ്കൾ അർഹനാണെന്ന് ഉൾപ്പെടെയുള്ളത്, അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുന്നത്? പിന്നെ മാത്രമല്ല, ഭയങ്കരമായ സോഷ്യൽ മീഡിയ ആക്രമണം താങ്കൾക്കെതിരെ വരുന്നുണ്ട്, അതും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ചർച്ചയാക്കപ്പെടുന്നത് എൻ്റെ നാട്ടിനകത്തുള്ള രാഷ്ട്രീയമാണ് വയനാട് ജില്ലയിൽ ചർച്ചയാക്കും. അപ്പോൾ അതായത് എൻ്റെ നാട്ടിലെ രാഷ്ട്രീയം പറഞ്ഞാൽ എൻ്റെ നാട്ടിലേക്കും ഞാൻ ചുരുങ്ങുന്നു. പ്രാദേശിക പ്രവർത്തനത്തിനും ഞാൻ ചുരുങ്ങിയിട്ടുണ്ട്, ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിലേക്കുള്ള ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക്, അപ്പോൾ ഞാൻ സംസ്ഥാന തലത്തിലേക്കും വളർന്നിട്ടുണ്ട് എന്നതാണ് അർത്ഥം. എന്നെ സ്നേഹിക്കുന്ന, പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ സ്നേഹം, അതായത് ഞാൻ പാർട്ടിയിൽ നിന്ന് പോകരുത്, ഞാൻ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകരുത് എന്ന ചിന്തയിൽ അവർ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന അവരുടെ സ്നേഹമാണ്. അത് പ്രതിഷേധമായി മാറുകയാണ്. ഞാൻ അത് അത്തരത്തിൽ കാണുകയാണ്. നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പൊക്കെ എടുത്താൽ ഒന്നും മറുപടി കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. ഒരു കോള് എടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായി 7-10 മിസ് കോളുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവർ തിരുത്തും, ഞാൻ പറയുന്നു, അവർ തിരുത്തും. ഞാൻ മത്സരിച്ചത് 2 തവണയാണെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുന്നത് 6ാം തവണയാണ് എന്നതിലൂടെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കും. ഞാൻ ഇതുവരെ, ഈ സമയം വരെ സംഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ല. സംഘടനാ വിരുദ്ധമായി മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ എന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ചർച്ചയാക്കപ്പെടേണ്ടി വരും. പക്ഷെ അതിലേക്കൊന്നും ഞാനും എൻ്റെ സഹപ്രവർത്തകരും ആ ചർച്ചയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു വസ്തുത മുന്നോട്ട് വെക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.